ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ മഞ്ചൂരിയൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ചിക്കൻ മഞ്ചൂരിയനാണിത്. ഇത് നമ്മൾ റെസ്റ്റോറൻറ്റ്സിൽ നിന്നൊക്കെ കഴിക്കുന്ന ചിക്കൻ മഞ്ചൂരിയൻ്റെ അതേ ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതുപോലൊരു ബൗളിലേക്ക് നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ യെല്ലോ കളറിലുള്ള കോൺഫ്ലോറാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരം വൈറ്റ് കളറിലുള്ളത് എടുത്താലും മതി. പിന്നെ നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. സാധാരണ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈദയാണ് ചേർത്ത് കൊടുക്കാറ്. ഈ ഒരു റെസിപ്പിയിൽ നമ്മൾ മൈദ ചേർക്കണില്ല. മൈദയ്ക്ക് പകരമായിട്ട് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു ചിക്കൻ മഞ്ചൂരിയൻ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. അപ്പോൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർത്തിട്ടുള്ളത്. അപ്പോൾ കോൺഫ്ലോർ നമ്മൾ എത്രയാണോ ചേർത്ത് കൊടുത്തത് സെയിം അളവ് തന്നെ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. അതായത് 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി. ഇനി നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ സാധാരണ മുളക് പൊടി. ഈ സാധാരണ മുളക് പൊടിക്ക് പകരമായിട്ട് കുറച്ചും കൂടി നല്ലൊരു കളറൊക്കെ കിട്ടാൻ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ സോയാ സോസ് ചേർക്കാം. പിന്നെ നിങ്ങളിതിൻ്റെ കൂട്ടത്തിൽ ഒരു 1.5 ടീസ്പൂൺ വിനീഗറും കൂടി ചേർത്ത് കൊടുക്കണം. ആ ഒരു ക്ലിപ്പ് മിസ്സായിപ്പോയി. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് കുറച്ച് തിക്കായിട്ടുള്ളൊരു ബാറ്ററാക്കി എടുക്കണം. അപ്പോൾ വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ്റെ പീസസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 300 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ചിക്കൻ പീസസിൽ ഈ ബാറ്റർ എല്ലാ ഭാഗത്തും നന്നായിട്ട് കവറാവുന്ന രീതിയിൽ നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ ചുരുങ്ങിയത് ഒരു 20 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ചിക്കൻ്റെ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്യാം. പിന്നെ ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് 2 സൈഡും നന്നായിട്ട് ക്രിസ്പായി വരുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കിച്ചൺ ടിഷ്യൂലേക്കോ അല്ലെങ്കിൽ ഒരു സ്ട്രെയിനറിലേക്കോ മാറ്റാം. എന്നിട്ട് ബാക്കി വരുന്ന ചിക്കനും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ മുഴുവനും നമ്മളിതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇതുപോലെ അടികട്ടിയുള്ള ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. ഈ പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നിക്ക് വെജിറ്റബിൾ ഓയിൽ എടുക്കാം, അല്ലെങ്കിൽ നല്ലെണ്ണ എടുത്താൽ മതി. നമ്മൾ ഈ ചൈനീസ് റെസിപ്പിക്കൊക്കെ അധികവും വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ നല്ലെണ്ണയാണ് ചേർക്കുക. വെളിച്ചെണ്ണയൊന്നും നമ്മൾ എടുക്കരുത്. വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറും. ഇനി എണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴച്ചെടുക്കുക. അതായത് ഇതിൻ്റെ കളറൊന്നും മാറാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ആ പച്ചമണം ഒന്ന് മാറണമെന്ന് മാത്രം നന്നായിട്ട് വഴച്ചെടുക്കുക. നമ്മൾ ഫ്ലെയിം കുറച്ച് കൂട്ടി വെച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ സോട്ട് ചെയ്തെടുക്കേണ്ടത്. പിന്നെ ഒരു 2-3 പച്ചമുളക് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർക്കാം. പിന്നെ അതിന് ശേഷം ഒരു പകുതി സവാള ഇതുപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു പകുതി ക്യാപ്സിക്കം ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കാം. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 30 സെക്കൻഡൊക്കെ നമ്മൾ വഴറ്റിയെടുത്താൽ മതിയാവും. ഈ സവാളയുടെയും ക്യാപ്സിക്കത്തിൻ്റെ ഒന്നും കളറ് മാറാൻ പാടില്ല. ആ രീതിയിൽ മാത്രം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ടൊമാറ്റോ കച്ചപ്പിന് പകരം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് ആ സോസൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചു കിട്ടുള്ളൂ. പിന്നെ ഈ സമയത്ത് നമുക്ക് ഉപ്പ് പോരാ തോന്നുന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ സോസൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് അത്യാവശ്യം ഉപ്പുണ്ടാവും. അപ്പോൾ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇത് നമ്മൾ കുറച്ച് ഡ്രൈ ആയിട്ട് ക്രിസ്പി ആയിട്ടുള്ള രീതിയിലാണ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് കോൺഫ്ലോറും വെള്ളമൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കണില്ല. പിന്നെ നമുക്ക് ലൂസായിട്ട് കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നതിന് മുൻപായിട്ട് സോസൊക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട്
ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം മാത്രം ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും തിളപ്പിച്ചെടുത്താൽ മതി. പിന്നെ ഇത് കാണുമ്പോൾ കുറച്ചും കൂടി കളർഫുള്ളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു ഡ്രോപ്പ് ഫുഡ് കളർ ചേർത്ത് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ ഇതിൽ ഫുഡ് കളറൊന്നും ചേർത്ത് കൊടുക്കണില്ല. ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കണം. അപ്പോൾ സ്പ്രിംഗ് ഓണിയൻ്റെ പച്ച കളറിലുള്ള ഭാഗം മാത്രം ചോപ്പ് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ചിക്കൻ മഞ്ചൂരിയൻ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്, നല്ല ക്രിസ്പിയാണ് കഴിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഫ്രൈഡ് റൈസിൻ്റെയും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും നല്ല കോമ്പിനേഷനാണ്. പിന്നെ കുറച്ച് മുൻപ് നമ്മൾ ഇതുപോലെ തന്നെ ഗോബി മഞ്ചൂരിയൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അത് കുറേ പേര് കണ്ടിട്ട് നല്ല ഫീഡ്ബാക്ക് തന്നിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിക്കോളൂ. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അത് മറക്കാതെ ക്ലിക്ക് ചെയ്യണം. അപ്പോഴാണ് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇനി നല്ലൊരു ഈസി റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്